കലോത്സവത്തിൽ ഏറ്റവും മനോഹരമായ മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം യക്ഷഗാനം. യക്ഷഗാനം പറഞ്ഞെങ്കിൽ ഒരു പുരാണ കഥകളെല്ലാം കളിച്ച് കാണിക്കുന്ന ഒരു ക്ഷേത്രകലയാണ് യക്ഷഗാനം. ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പേ കാസർഗോഡാണ് ഇതിൻ്റെ ഉഗമസ്ഥാനം. പാർത്ഥി സുബ്ബ എന്ന് പറയുന്ന ആൾ ഇതിനെ സൃഷ്ടിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. യക്ഷഗാനത്തിൽ ദൈവികമായ എല്ലാ കലകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനെ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ട് സംസ്ഥാന കലോത്സവം വരെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ചിലവ് വരുന്നുണ്ട്. ഏകദേശം ഒരു സ്കൂളിൻ്റെ ടീമിന് പറഞ്ഞെങ്കിൽ സബ് ജില്ല സംസ്ഥാനം വരെ എത്തണമെങ്കിൽ ഒരു 1:30 തൊട്ടിട്ട് 1:50 വരെ ചിലവ് വരും അവർക്ക്. അതെല്ലാം പിള്ളേർ ഇട്ടിട്ടേ പഠിക്കണം. അത്ര തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. വേദന കാണും, നല്ലോണം വേദന കാണും ഈ കെട്ടൽ. അത് ഛർദ്ദിക്കാനല്ല വരും പിള്ളേർക്ക് കെട്ടിയപ്പാട്. അതെല്ലാം സൂക്ഷിച്ചോളണം. ഞങ്ങൾ അയക്കാനും പിടിക്കാനും കെട്ടാനും എല്ലാം പഠിപ്പിച്ച ആശാൻ്റെ കടമാണ് അതെല്ലാം. മലയാളം മാത്രം അറിയുന്ന കുട്ടികളായെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട സിലക്ട് ചെയ്ത പിള്ളേരെ മാത്രം എടുത്തിട്ട് അവർക്ക് റോൾ കൊടുത്തിട്ട് കന്നഡത്തിൻ്റെ സംഭാഷണം മലയാളത്തിൽ എഴുതി കൊടുക്കും അവർക്ക്. അവരതിനെ ബൈഭാരട്ടാക്കിയിട്ട് വെക്കും. പിന്നെ ജൂണിൽ സ്കൂൾ തുടങ്ങിയെങ്കിൽ ഏകദേശം ജൂലൈ മാസം ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിക്കോളൂ. മാസത്തിൽ 2 തവണ 3 തവണ വന്നിട്ട് ഇതിനെല്ലാം സംഭാഷണം പ്രൊണൗൺസിയേഷൻ എല്ലാം തിരുത്തിയിട്ട് നവംബറിലേക്കാകുമ്പോൾ ഓക്കെ ആക്കിയിട്ട് വെക്കും. സബ് ജില്ലാ കലോത്സവത്തിനാണ്. അതിലുണ്ടായ തെറ്റിനെ ജില്ലക്കാകുമ്പോൾ തെറ്റിയിട്ട് തിരുത്തിയിട്ട് കൊണ്ടുവരും. പിന്നെയും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാക്ടീസ് വേണ്ടി വരുന്നു. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ചില സ്കൂളുകൾക്ക് ചില പിള്ളേർ അതിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും. യക്ഷഗാനം എന്ന് പറയുന്നത് ഒരു കർണാട്ടിക് ഡാൻസും ഡയലോഗ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള കിരീടം യൂസ് ചെയ്യുന്ന ഞാനൊരു രാക്ഷസനായിട്ടാണ് വരുന്നത്. അത് ആദ്യം വെക്കുമ്പോൾ ഇത്തിരി വേദന ഉണ്ടാവും, കാരണം മുടിയൊക്കെ കൂട്ടിയിട്ടാണ് അത് വെക്കുന്നത്. അപ്പോൾ വെളിയുമ്പോൾ നല്ല വേദനയാണ്. പിന്നെ ആ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ത്രില്ലിൽ നമ്മൾ അത് കളിച്ചു പോവും. കുറേ കാലമായിട്ട് ഞങ്ങൾ നല്ല പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റേജിൽ കളിക്കാൻ കഴിയുന്നത്. കുറച്ച് നല്ല ഹാർഡ് വർക്ക് തന്നെ വേണം. നമ്മൾ ഇത്ര വെയിറ്റുള്ള കിരീടം വെച്ചിട്ട് ചാടുകയാണ് വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും പെയിനും ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ കളിക്കുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ മാറിക്കോളും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം ആയിട്ടാണ്, കാരണം 10th കൈയാണ്. അപ്പം ലാസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് കൊണ്ടും പിന്നെ പാരൻസിൻ്റെ, ടീച്ചേഴ്സിൻ്റെ, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് കാരണം, പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ സാറ്, അവരെല്ലാവരും ഹാർഡ് വർക്കിൻ്റെ ഒരു ബലമാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ സ്റ്റേറ്റിൽ എത്താൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതൊരു ക്ഷേത്രകലയല്ലേ. അപ്പോൾ ഈ ക്ഷേത്രകലയെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കാണണം. ഈ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ഒരുമിച്ച് നോമ്പെടുത്തിട്ടാണ് ഈ കലയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളും കുട്ടികളെ ഒരു ദിവസം എന്നോട് പറയുകയാണ്, സിസ്റ്റർ ഞങ്ങളെല്ലാവരും നോമ്പിലാണ്. എന്താണ് ഈ കല നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് കലയെ കാണുന്നത്, അവിടെ അവതരിപ്പിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് എല്ലാവരെയും നോക്കണതും. ഞങ്ങളോട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും തെറ്റിച്ചാൽ പോലും ചീത്തയോ അങ്ങനെ ഒന്നും പറയൂല. സ്വന്തം മക്കളെ പോലെയാണ് സാറ്. പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് കളിക്കാനോ സാറ് കാണാനോ പറ്റൂലല്ലോ. അതോർത്ത് പറഞ്ഞ് ഞങ്ങളിനി 10th കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പോകും. ഞങ്ങൾക്കിനി സാറിന് ഇനി യക്ഷഗാനമോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ಕಲೋತ್ಸವದಲ್ಲಿ ಅತಿ ಹೆಚ್ಚು ಹಣ ಖರ್ಚಾಗುವುದಂದರೆ ಯಕ್ಷಗಾನಕ್ಕೆ. ഒന്നും മനസ്സിലായില്ലല്ലേ? കലോത്സവത്തിൽ ഏറ്റവും ചിലവേറിയ മത്സര ഇനം യക്ഷഗാനം എന്നാണ് പറഞ്ഞത്.
വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ.